ആകെ 7 വിപ്ലവ ഗാനങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു സാഹിത്യശാഖയുണ്ടെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് ഈ രാജ്യത്ത് എല്ലാ ഭാഷയിലും ഉണ്ടായിരിക്കുന്ന നൂറുകണക്കിന് ഗീതം. അപ്പൊ നമുക്ക് ഇതര ഭാഷകളിൽ നിന്ന് ചില ഗീതം വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം നോക്കാം. അങ്ങനെ വന്നിരിക്കുന്ന ഗീതങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ട് ഓരോ ഭാഷയിലും, അതായത് ഗോത്ര ഭാഷകളിൽ പോലും ഗണഗീതം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ തേർഡ് ഇയർ OTC-ക്കൊക്കെ പോകുമ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും ഗീതം പഠിക്കാൻ ഓരോരുത്തരും മത്സരിക്കുക. അപ്പൊ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഭാഷാവാദമുള്ള തമിഴൻ പോയിട്ട് ആസാമിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒറിയാണ് ഇവൻ പഠിക്കുന്നത്. ഇവിടുത്തെ തമിഴിന്റെ ഗീതം ഇപ്പൊ നമ്മൾ ഭാരതത്തിൽ സഞ്ചരിച്ചാൽ, കാശ്മീരിൽ ചെന്നാൽ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാരതത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പൊ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ശാഖയിൽ പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും, മലയാള ഗീതം പാടുന്നതോടെ. അതായത് ഇപ്പോ പൊതുവെ ചർച്ചകളിൽ വരുന്നൊരു ചോദ്യമാണ്, വടക്കേ ഇന്ത്യക്കാർ മലയാളം സംസാരിക്കുമോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന് വരെ മറുപടി കൊടുക്കുന്ന ഒരു ഇതായിട്ട് സംഘത്തിലിരിക്കുന്ന തവളക്കുഞ്ഞിനോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഇവരെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പം അവിടെ നമ്മൾ തമിഴ് കേൾക്കുക. തമിഴ് ഗീതം ഞാൻ എത്ര സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ഉത്തര ഭാരത് യാത്ര ചെയ്യുമ്പോൾ. കാരണം ഏതാ, വിവിധ ഭാഷകൾ തേർഡ് ഇയർ OTC-ലൊക്കെ വെച്ച് ഓരോരുത്തർ പഠിച്ചിട്ടുണ്ട്. ഗോത്ര വർഗത്തിന്റെ ഭാഷയിൽ ലിപി പോലും ഇല്ല, ചെയ്യപ്പെട്ട ഗീതങ്ങളുണ്ട്. അതിന്റെ ലിപി ചിലപ്പോൾ ഹിന്ദിയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ പാട്ടുകൾ നമ്മുടെ ആൾക്കാർ പാടുന്നു. ഈ ഗണഗീത മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്, അതിലൊക്കെ വിജയിക്കുന്ന ഇത്തരം റയർ പാട്ടുകളാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റില്, നമ്മളിപ്പോൾ പറയുമല്ലോ വലിയ പ്രശ്നം ഉണ്ടെന്ന് പറയും, നോർത്ത് ഈസ്റ്റില് പല ഗോത്ര ഭാഷകളിലും ദേശഭക്തി ഗാനങ്ങളുണ്ട്. ഇപ്പോൾ